ഹലോ എവ്രി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു അറ്റോമോസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. സോ നമുക്ക് തുടങ്ങിയാലോ. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സോ ആദ്യത്തെ ടോപ്പിക്കാണ് ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് പെർ യൂണിറ്റ് വോളിയം ഈസ് കോൾഡ് ഇറ്റ്സ് ഡെൻസിറ്റി. ഒരു യൂണിറ്റ് വോളിയത്തിൽ അടങ്ങിയിട്ടുള്ള മാസ് ഓഫ് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയാം. നമുക്കറിയാം വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു വസ്തുവിന് ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലത്തെയാണ് നമ്മൾ വോളിയം എന്ന് പറയാം. സോ ഒരു യൂണിറ്റ് വോളിയത്തിൽ അടങ്ങിയിട്ടുള്ള മാസ് ഓഫ് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയാം. സോ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ സിമ്പിളാണ്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയമാണ്. മാസ് ഡിവൈഡഡ് ബൈ വോളിയം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും എന്ത്? ഡെൻസിറ്റി എന്താണെന്നുള്ളത് നമുക്ക് കിട്ടും. ഇനി അടുത്ത ടോപ്പിക്കാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. എന്താണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയാം. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആർ യൂണിറ്റ്സ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. നമ്മളൊരു 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ലുമിനസ് ഇൻറ്റൻസിറ്റി. ഇനി ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെയും യൂണിറ്റ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. അപ്പോൾ നമുക്ക് ഓരോ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെയും യൂണിറ്റ്സ് നോക്കിയാലോ. ആദ്യത്തെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ് ലെങ്ത്. ലെങ്ത്തിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് മീറ്ററാണ്. മാസിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് കിലോഗ്രാം ആണ്. ടൈമിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് സെക്കൻഡാണ്. ടെമ്പറേച്ചറിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് കെൽവിൻ ആണ്. ഇലക്ട്രിക് കറണ്ടിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആംബിയർ ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണെങ്കിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ് മോളാണ്. ലുമിനസ് ഇൻറ്റൻസിറ്റിയുടെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് കാൻഡലയാണ്. സോ ഇതൊക്കെയാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഇനി അടുത്തതാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആർ യൂണിറ്റ്സ് ദാറ്റ് ക്യാൻ ബി സ്റ്റേറ്റഡ് യൂസിങ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഓർ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് യൂസ് ചെയ്ത് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്ന യൂണിറ്റ്സ് ആണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന യൂണിറ്റ്സ് ആണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഇപ്പോൾ നമുക്ക് ഏരിയ കാണണം. ഏരിയയുടെ യൂണിറ്റ് കാണണമെങ്കിൽ നമുക്കറിയാം ഏരിയ എങ്ങനെ കാണാം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഏരിയയുടെ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ലെങ്ത്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും എന്ത് ചെയ്യുക? യൂണിറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ മീറ്റർ ഇൻറ്റു മീറ്റർ, മീറ്റർ സ്ക്വയർ ആണ് ഏരിയയുടെ യൂണിറ്റ് വരിക. ഇനി നമ്മൾ വോളിയത്തിൻ്റെ യൂണിറ്റ് എങ്ങനെ കാണാം? വോളിയം കാണാൻ നമുക്ക് എന്ത് ചെയ്യണം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്യണം. ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ്, ബ്രെഡ്ത്തിൻ്റെ യൂണിറ്റും മീറ്ററാണ്, ഹൈറ്റിൻ്റെ യൂണിറ്റും മീറ്ററാണ്. സോ യൂണിറ്റ് എന്താ വരിക? എം ഇൻറ്റു എം ദാറ്റ് ഈസ് ഈക്വൽ ടു മീറ്റർ ക്യൂബാണ് വോളിയത്തിൻ്റെ യൂണിറ്റ് വരിക. ഇനി നമ്മൾ ഡെൻസിറ്റി നോക്കുക. ഡെൻസിറ്റി എങ്ങനെ കാണാം? മാസ് ബൈ വോളിയം ആണ് ചെയ്യുക. നമുക്കറിയാം മാസിൻ്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം ആണ്. വോളിയത്തിൻ്റെ യൂണിറ്റ് എന്താ? മീറ്റർ ക്യൂബാണ്. സോ ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താ വരിക? കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബ് എന്നാണ് വരിക. സോ ഇങ്ങനെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള യൂണിറ്റ്സ് ആണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ഇനി യൂണിറ്റ് എഴുതുമ്പോൾ നമ്മൾ ചില റൂൾസ് ഫോളോ ചെയ്തിട്ട് മാത്രമേ യൂണിറ്റ്സ് എഴുതാനായിട്ട് പാടുള്ളൂ. സോ നമുക്ക് റൂൾസ് നോക്കാം. ആദ്യത്തെ റൂൾസാണ് യൂസ് ലോവർ കേസ് ലെറ്റേഴ്സ് ഫോർ യൂണിറ്റ് സിമ്പിൾസ്. നമ്മൾ യൂണിറ്റ്സ് എഴുതുന്ന സമയത്ത് സ്മോൾ ലെറ്റേഴ്സ് മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ 10 കിലോഗ്രാം എന്നൊക്കെ എഴുതുമ്പോൾ കെയും ജിയും നമ്മൾ എന്ത് ചെയ്യരുത്? ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതരുത്. എപ്പോഴും സ്മോൾ ലെറ്റർ വേണം എഴുതാനായിട്ട്. സോ ആദ്യത്തെ റൂൾ നമ്പർ 1 ആണ്. യൂണിറ്റ് എഴുതുമ്പോൾ നമ്മളെപ്പോഴും സ്മോൾ ലെറ്ററിൽ മാത്രമേ എഴുതാനായിട്ട് പാടുള്ളൂ, ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാനായിട്ട് പാടില്ല. രണ്ടാമത്തെ റൂളാണ് ഡു നോട്ട് ആഡ് എസ് ടു യൂണിറ്റ് സിമ്പിൾ. യൂണിറ്റ്സ് ആർ ഓൾവേസ് സിംഗുലർ. യൂണിറ്റ്സ് എപ്പോഴും സിംഗുലർ ആണ്. സോ നമ്മൾ എസ് ചേർത്ത് എഴുതരുത്. ഫോർ എക്സാമ്പിൾ 10 കിലോഗ്രാം എന്നാണ് നമ്മൾ എഴുതേണ്ടത്. 10 കിലോഗ്രാംസ് എന്ന് നമ്മൾ എസ് ഇട്ടിട്ട് എഴുതാനായിട്ട് പാടില്ല. യൂണിറ്റ്സിന് എപ്പോഴും നമ്മൾ സിംഗുലർ ആയിട്ട് എഴുതാം. അടുത്ത റൂളാണ് റൂൾ നമ്പർ 3 ലീവ് എ സ്പേസ് ബിറ്റ്വീൻ ദ നമ്പർ ആൻഡ് യൂണിറ്റ്. നമ്പറിൻ്റെയും യൂണിറ്റിൻ്റെയും ഇടയിൽ നമ്മൾ സ്പേസ് ലീവ് ചെയ്യണം. അപ്പോൾ നമ്മൾ 1.5ൻ്റെ തൊട്ടടുത്ത് നമ്മൾ കിലോഗ്രാം എന്ന് എഴുതരുത്. 1.5 കഴിഞ്ഞൊരു സ്പേസ് ഇട്ടിട്ട് വേണം നമ്മൾ കിലോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട്. അടുത്ത റൂളാണ് റൂൾ നമ്പർ 4 അവോയ്ഡ് റിഡൻഡൻറ്റ് റെപ്പറ്റേഷൻ ഓഫ് യൂണിറ്റ്സ്, കമ്പൈൻ ദം മീനിങ് തെറ്റായി റിപ്പീറ്റ് ചെയ്ത് നമ്മൾ യൂണിറ്റ്സിനെ എഴുതരുത്. നമ്മളെപ്പോഴും മീനിങ് കമ്പൈൻ ആയിട്ട് എഴുതാം. ഫോർ എക്സാമ്പിൾ കിലോഗ്രാം പെർ മീറ്റർ എന്ന് എഴുതുന്നതിന് പകരം 3 മീറ്ററും കൂടിയിട്ട് നമുക്ക് അതിനെങ്ങനെ എഴുതാം? മീറ്റർ ക്യൂബ് എന്ന് എഴുതാമല്ലോ. സോ നമുക്ക് അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം നമുക്കതിനെ മീനിങ് കമ്പൈൻ ചെയ്തിട്ട് എഴുതാം. അപ്പം മീറ്റർ ക്യൂബ് എന്നും മീറ്റർ സ്ക്വയർ എന്നൊക്കെ നമ്മൾ മീനിങ് അതിനെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് യൂണിറ്റ്സിന് എഴുതാം.
അടുത്ത റൂളാണ് റൂൾ നമ്പർ 5. ഡു നോട്ട് മിക്സ് എ സിമ്പിൾ ഓഫ് യൂണിറ്റ് വിത്ത് ദ നെയിം ഓഫ് ദ യൂണിറ്റ്. നമ്മളൊരു യൂണിറ്റ് എഴുതുന്ന സമയത്ത് അതിൻ്റെ സിമ്പലും പേരും കൂടി മിക്സ് ചെയ്ത് എഴുതരുത്. ഒന്നുകിൽ നമുക്ക് സിമ്പൽ മാത്രം കൊടുക്കാം, അല്ലെങ്കിൽ പേര് മുഴുവനായും കൊടുക്കാം. രണ്ടും കൂടി മിക്സ് ചെയ്ത് എഴുതരുത്. ഫോർ എക്സാമ്പിൾ 1000 കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ എന്ന് നമ്മൾ എഴുതിക്കുകയാണ്. അപ്പോൾ 1 കിലോഗ്രാം എന്ന് നമ്മൾ സിമ്പലും കൊടുത്തു, ക്യൂബിക് മീറ്റർ എന്ന് ഫുൾ നെയിം നമ്മൾ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ എഴുതരുത്. നമ്മൾ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിന് എങ്ങനെ തന്നെ എഴുതാം, രണ്ടിനെയും സിമ്പിൾസ് ആക്കി എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെയും നെയിം കൊടുക്കാം. ഏതെങ്കിലും ഒന്ന് മാത്രം നമ്മൾ യൂസ് ചെയ്യുക, രണ്ടും കൂടി നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് പാടില്ല. അടുത്ത റൂളാണ് റൂൾ നമ്പർ 6. കമ്പൈൻ ക്വാണ്ടിറ്റീസ് പ്രോപ്പർലി യൂസിങ് ഡെസിമൽ ഫോം. ഇപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റീസ് എഴുതുന്ന സമയത്ത് ഡെസിമൽ ഫോമിൽ പ്രോപ്പർലി അതിനെ കമ്പൈൻ ചെയ്ത് എഴുതാം. ഫോർ എക്സാമ്പിൾ 1.5 കിലോഗ്രാം അങ്ങനെ എഴുതുന്നതാണ് കറക്റ്റ്. അല്ലാതെ 1 കിലോഗ്രാം 500 ഗ്രാം എന്നൊന്നും നീട്ടി വലിച്ച് എഴുതണ്ട. അതിനൊന്നും എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്തിട്ട് അതിനെ ഡെസിമൽ ഫോമിലാണ് നമ്മളെപ്പോഴും എന്തിനെ എഴുതേണ്ടത്, യൂണിറ്റ്സ് എഴുതുമ്പോൾ നമ്പേഴ്സിന് എഴുതേണ്ടത്. അടുത്ത റൂളാണ് റൂൾ നമ്പർ 7. യൂസ് ഓൺലി ലോവർ കേസ് ലെറ്റേഴ്സ് വെൻ റൈറ്റിംഗ് എ നെയിം ഓഫ് എ യൂണിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഇറ്റ് സിമ്പിൾ. നമ്മൾ സിമ്പിൾ എഴുതാതെ ഒരു യൂണിറ്റിനെ നമ്മൾ നെയിമാണ് കൊടുക്കുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് മാത്രമേ യൂസ് ചെയ്യുക. ഇപ്പോൾ കെൽവിൻ എന്നൊക്കെ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കാതെ കെൽവിൻ എന്താണ് ഫുൾ സ്മോൾ ലെറ്റേഴ്സ് മാത്രം ഉപയോഗിച്ചിട്ട് അതിൻ്റെ നെയിം നമ്മൾ കാണിക്കാം. അടുത്ത റൂളാണ് റൂൾ നമ്പർ 8. ദ സിമ്പിൾ ഓഫ് യൂണിറ്റ്സ് നെയിംഡ് ആഫ്റ്റർ ഇൻഡിവിജ്വൽ ഷുഡ് ബി റിട്ടൺ യൂസിങ് അപ്പർ കേസ് ലെറ്റേഴ്സ്. നമ്മൾ പറഞ്ഞു യൂണിറ്റ്സ് എഴുതുമ്പോൾ എപ്പോഴും സ്മോൾ ലെറ്റേഴ്സിൽ എഴുതണം. പക്ഷേ നമ്മൾ ഏതെങ്കിലും സയൻറ്റിസ്റ്റുകളുടെ പേരിൽ നിന്ന് വന്ന യൂണിറ്റ്സ് ആണെങ്കിൽ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഫോഴ്സിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. ന്യൂട്ടനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എൻ വെച്ചിട്ടാണ് കാണിക്കുക, സ്മോൾ ലെറ്റർ എൻ വെച്ചിട്ടല്ല കാണിക്കുക. കാരണം ന്യൂട്ടൺ എന്ന് പറയുന്ന യൂണിറ്റ് ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരിൽ നിന്ന് വന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ ക്യാപിറ്റൽ ലെറ്ററിൽ കാണിക്കുന്നത്. അടുത്ത റൂളാണ് റൂൾ നമ്പർ 9. നോ ഫുൾ സ്റ്റോപ്പ് ഓർ കോമ ഷുഡ് ബി യൂസ്ഡ് ആഫ്റ്റർ ദ സിമ്പിൾ. ദേ ക്യാൻ ബി യൂസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെൻറ്റൻസ്. നമ്മൾ സിമ്പിളിന് ശേഷം എന്ത് ചെയ്യാൻ പാടില്ല, കോമയോ അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പൊന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല. പക്ഷെ നമുക്കൊരു സെൻറ്റൻസിൻ്റെ അവസാനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ 60 സെൻറ്റിമീറ്റർ ഈസ് ദ ലെങ്ത് ഓഫ് ദ ഡെസ്ക്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെൻറ്റൻസിൻ്റെ അവസാനം കൊണ്ടുപോയിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടാം. അല്ലാതെ 60 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് അതിന് ശേഷം ഈസ് ദ ലെങ്ത് ഓഫ് ദ ഡെസ്ക് എന്ന് എഴുതണ്ട. അല്ലെങ്കിൽ 60 സെൻറ്റിമീറ്ററിന് ശേഷം ഒരു കോമ ഇട്ടിട്ട് നമുക്ക് ബാക്കി എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു യൂണിറ്റ് ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ യൂണിറ്റ് എഴുതിയതിന് ശേഷം നമുക്കവിടെ കോമയോ ഫുൾ സ്റ്റോപ്പോ എഴുതേണ്ട ആവശ്യമില്ല. അടുത്ത റൂളാണ് റൂൾ നമ്പർ 10. ദർ ഷുഡ് ബി എ സ്പേസ് ബിറ്റ്വീൻ ദ നമ്പർ ആൻഡ് യൂണിറ്റ്. നമ്മൾ നമ്പറും യൂണിറ്റും എഴുതുമ്പോൾ അതിൻ്റെ ഇടയിൽ സ്പേസ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ 60 സെൻറ്റിമീറ്റർ എന്ന് അടുപ്പിച്ച് എഴുതരുത്. നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, 60 എന്ന് എഴുതിയതിന് ശേഷം സെൻറ്റിമീറ്റർ എന്ന് എഴുതുന്നതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് എപ്പോഴും ഉണ്ടായിരിക്കണം. അടുത്ത റൂളാണ് റൂൾ നമ്പർ 11. എ ഫുൾ സ്റ്റോപ്പ് ഓർ സ്പേസ് ഷുഡ് ബി യൂസ്ഡ് ബിറ്റ്വീൻ കോമ്പൗണ്ട് യൂണിറ്റ്സ്. ഇപ്പോൾ നമ്മൾ 2 യൂണിറ്റ്സിനെ കൂടി ചേർത്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ 2 യൂണിറ്റ്സിൻ്റെ ഇടയിലും സ്പേസ് ആവാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ ന്യൂട്ടൺ മീറ്റർ, ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ ആണ്. സോ നമ്മളെങ്ങനെ ന്യൂട്ടൺ കഴിഞ്ഞ് നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് യൂസ് ചെയ്തിട്ട് മീറ്റർ എന്ന് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ ന്യൂട്ടൺ കഴിഞ്ഞ് ഒരു സ്പേസ് വിട്ടതിന് ശേഷം മീറ്റർ എന്ന് എഴുതാം. ഒരു യൂണിറ്റ് 2 യൂണിറ്റ്സ് ചേർന്നിട്ടുള്ള യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ 2 യൂണിറ്റിൻ്റെ ഇടയിലും നമ്മളെപ്പോഴും എന്ത് വേണം, ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു സ്പേസ് ലീവ് ചെയ്യുക. അടുത്തതാണ് ലീസ്റ്റ് കൗണ്ട്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് എന്താ, ദ സ്മോളസ്റ്റ് വാല്യൂ ദാറ്റ് ക്യാൻ ബി മെഷർഡ് യൂസിങ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഈസ് കോൾഡ് ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൽ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്, ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിൽ എടുക്കുക, സ്കെയിലിൽ ഏറ്റവും ഫസ്റ്റത്തെ ലൈൻ ഏതാ, 0.1 സെൻറ്റിമീറ്റർ ആണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിലെ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ എന്താണോ അതാണ് എന്തെന്ന് പറയുന്നത്, ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്, 0.1 സെൻറ്റിമീറ്റർ ആണ്. അടുത്തതാണ് മെഷറിങ് ദ തിക്നെസ് ഓഫ് പേപ്പേഴ്സ് യൂസിങ് എ സ്കെയിൽ. ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് പേപ്പറിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ പേപ്പർ എടുത്തിട്ട് അതിനെന്ത് ചെയ്യുക, ഒന്നിന് മേലെ ഒന്നായിട്ട് സ്റ്റാക്ക് ചെയ്ത് വെക്കുക.
എന്നിട്ട് നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് എത്ര നീളമുണ്ട് എന്നിങ്ങനെ നോക്കുക. അപ്പോൾ നമുക്ക് എത്രത്തോളം തിക്നെസ് ഉണ്ട് എന്ന് മനസ്സിലായി. മൊത്തം പേപ്പർ ഇങ്ങനെ വെക്കുമ്പോൾ ആ ഒരു പേപ്പർ സ്റ്റോക്കിന് എത്രത്തോളം തിക്നെസ് ഉണ്ടെന്ന് നമുക്ക് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അതിൽ എത്ര പേപ്പർ ഉണ്ട് എന്നുള്ളതിൻ്റെ കണക്കെടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പേപ്പറിൻ്റെ തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് തിക്നെസ് ഓഫ് ദ പേപ്പർ സ്റ്റോക്ക്, മൊത്തം പേപ്പർ സ്റ്റോക്ക് വെച്ചപ്പോൾ എത്ര നീളം ഉണ്ടായിരുന്നു ബൈ നമ്മൾ എന്ത് ചെയ്യുക, എത്ര പേപ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു പേപ്പറിൻ്റെ തിക്നെസ് കിട്ടും. അടുത്തതാണ് മെഷറിങ് ദ വോളിയം യൂസിങ് മെഷറിങ് ജാർ. നമ്മളൊരു കല്ല് എന്ത് ചെയ്യാണ്, ഒരു മെഷറിങ് ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലൊരു കല്ലിടുകയാണ്. എന്നിട്ട് നമ്മൾ ആ കല്ലിൻ്റെ വോളിയാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മെഷറിങ് ജാറിൽ എത്ര വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു നോക്കുക, പിന്നെ കല്ലിട്ടതിന് ശേഷം വെള്ളം എത്രത്തോളം പൊങ്ങിയെന്ന് നോക്കുക, എന്നിട്ട് രണ്ടും കൂടി എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. ആദ്യം എത്ര വെള്ളം ഉണ്ടായിരുന്നു ആ ഒരളവ് മൈനസ് കല്ലിട്ടതിന് ശേഷം എത്രത്തോളം വെള്ളം പൊങ്ങി ആ അളവും കൂടി മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു കല്ലിൻ്റെ വോളിയം എത്രയാണെന്നുള്ളത് കിട്ടും. അടുത്തതാണ് സ്റ്റോപ്പ് വാച്ച്, മെഷറിങ് ടൈം യൂസിങ് എ സ്റ്റോപ്പ് വാച്ച്. അപ്പോൾ സ്റ്റോപ്പ് വാച്ച് വെച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് വാച്ച് നമുക്ക് ടൈം ഇൻ്റർവെൽസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. സോ സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടൈം ഇൻ്റർവെൽസ് മെഷർ ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മുടെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ഒരു ബോളാണ്. ആ ബോള് എന്താണ്, ഒരു ത്രെഡിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് കാണും. ഇനി നമ്മളതിനെ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുക. ഓസിലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഊഞ്ഞാലിലൊക്കെ ആടുന്നത് പോലെ നമ്മളൊരു സ്ഥലത്തു നിന്ന് തുടങ്ങും, എന്നിട്ട് നമ്മളൊരു ഉയരത്തേക്ക് പോകും, വീണ്ടും നമ്മൾ ആ പഴയ സ്ഥലത്തേക്ക് എത്തുന്നതിനെയാണ് ഒരു ഓസിലേഷൻ എന്ന് പറയുക. സോ ഇങ്ങനെ 10 ഓസിലേഷൻ എടുക്കാൻ എത്ര സമയം വേണം, അല്ലെങ്കിൽ 20 ഓസിലേഷൻ കഴിയാൻ എത്ര സമയം വേണം എന്നൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, സ്റ്റോപ്പ് വാച്ച് എന്ന് പറയുന്നത്. സോ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.